بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ഷാഫി മദ്ഹബിൽ പറയുന്നത്. പിന്നെ മുജാഹിദുൽ ഖബർ സിയാറത്ത് വിരോധികളാണെന്ന് പറയുന്നത് ശരിയാണോ? ഒരിക്കലും അല്ല. മുജാഹിദുൽ ഖബർ സിയാറത്ത് ചെയ്യണമെന്ന് പറയുന്നവരാണ്, മുജാഹിദുൽ ഖബർ സിയാറത്ത് ചെയ്യുന്നവരാണ്. ഖബർ സിയാറത്തിന്റെ പേരിൽ നടക്കും തട്ടിപ്പ് ഒരിക്കലും മുജാഹിദ് അംഗീകരിക്കുന്നില്ല. നേരെ മറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു ഫസൂറുഹ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണം. എന്തിനാണ് ഖബർ സിയാറത്ത്? മരണത്തെക്കുറിച്ച് ഓർക്കാനും പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങളുടെ ഹൃദയം ലോലമാകാനും നിങ്ങളുടെ കണ്ണ് നനക്കാനും നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും പ്രവാചകൻ സ്വന്തം ഉമ്മയുടേതടക്കമുള്ള ഖബർ സിയാറത്ത് ചെയ്യുകയും ചെയ്തു. സ്വന്തം മാതാവിന്റെ ഖബർ സിയാറത്ത് ചെയ്ത പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞു എന്നാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത്. ബകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വബകാ ഹൗല, പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പ്രവാചകന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് കരഞ്ഞു എന്ന് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഈ നിലക്ക് ഖബർ സിയാറത്ത് ചെയ്യാൻ മുജാഹിദിൽ പറയുന്നു. പക്ഷേ ഇന്ന് ഖബർ സിയാറത്തിന്റെ പേരിൽ തട്ടിപ്പാണ് നടക്കുന്നത്. പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാനല്ല, മരണത്തെക്കുറിച്ച് ഓർക്കാനല്ല ഇന്ന് ഖബർ സിയാറത്ത്. നമ്മൾ മനസ്സിലാക്കിയതാണ്, കളഞ്ഞുപോയ വസ്തു തിരിച്ചു കിട്ടാൻ, സന്താനത്തെ കിട്ടാൻ, അതുപോലെ രോഗത്തിൽ നിന്ന് ശാന്തി ലഭിക്കാൻ ഇന്നടുത്ത് പോവുക, ഇന്ന ജാറത്തിൽ പോവുക, ഇന്ന മഖ്ബറയിൽ പോവുക എന്ന നിലക്കാണ് ഇന്ന് പരസ്യങ്ങളിൽ പോലും കാണാൻ കഴിയുന്നത്. അങ്ങനെ ഈ രോഗമുള്ള ആളുകൾ, പ്രയാസമുള്ള ആളുകൾ, കടമുള്ള ആളുകൾ, നഷ്ടപ്പെട്ട ആളുകൾ, സന്താനമില്ലാത്ത ആളുകൾ ജാറത്തിന്റെ മഖ്ബറയുടെ സമീപത്ത് പോയി പൊട്ടിക്കരയുകയാണ്. ശൈഖേ, തങ്ങളെ, ബീവിയെ, എന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരണം, എന്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരണം. ഇങ്ങനെ ഖബറാളികളോട് പ്രാർത്ഥിക്കുകയും ഖബർ സിയാറത്ത് ചെയ്തത് ദുനിയാവിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു മാനദണ്ഡമായി മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ മുജാഹിദുകൾ എതിർക്കുകയാണ്. ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഉറൂസുകളും ആണ്ടർദികളും ഖബറുകളുമായി ബന്ധപ്പെട്ട് നടത്തുകയും പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന പരിപാടിക്കെതിരെ ഇസ്ലാഹി പ്രസ്ഥാനം ശക്തമായി നിലകൊള്ളുകയാണ്. അല്ലേ, ഇന്ന് ഉറൂസ് എന്ന് പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ അനാവശ്യങ്ങളാണ്, എന്തൊക്കെ അനാവശ്യങ്ങളാണ്. ചെണ്ടയടി നടക്കുകയാണ്, ബാൻഡ് മേളം നടക്കുകയാണ്, വെടിക്കെട്ട് നടക്കുകയാണ്. ഓരോരോ കാര്യം എടുത്ത് വിശദീകരിക്കാറുണ്ട്. ഓരോരോ കാര്യങ്ങൾ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഒരുപാട് വിശദീകരിക്കാനുള്ളത് ഉണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ ഈ ചെണ്ടയടിയും വെടിക്കെട്ടുമൊക്കെ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം എന്താണെന്നറിയോ, മുഴുവൻ അനാവശ്യങ്ങൾ എത്രത്തോളം ഈ മാസം, ഈ വർഷം, ഈ കഴിഞ്ഞ മാസത്തിൽ നടന്ന ഒരു ഉറൂസിന്റെ ഒരു നോട്ടീസാണിത്. 2006 ഫെബ്രുവരി 22, 23, 24 തീയതികൾ നടന്ന ഉറൂസിന്റെ ഒരു നോട്ടീസാണിത്. ഈ നോട്ടീസിൽ നമുക്ക് ഉറൂസുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. 2006 ഫെബ്രുവരി 22 രാത്രി 10 മുതൽ ഗാനമേള, പാലത്ര സാരംഗ് പത്തനംതിട്ട നടത്തുന്ന ഗാനമേള നടക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കണം, പിന്നെയും പറയുകയാണ്, 2006 ഫെബ്രുവരി 21 വ്യാഴാഴ്ച മൗലിദ് പാരായണം, ചെണ്ടമേളം, ചന്ദനക്കുട ഘോഷയാത്ര, കൊടിയുയർത്തൽ കണ്ടോ. അതുപോലെ വാരിക്കെട്ട് ഹമീദ് കോയൽ. പിന്നെ പറയാണ്, വിവിധ സ്ഥലങ്ങളിൽ നിന്നും ചന്ദനക്കുട എഴുന്നേൽപ്പ്, ചെണ്ടമേളം, ചന്ദനക്കുട എഴുന്നള്ളിപ്പ് കണ്ടോ. അപ്പൊ ചെണ്ടയടി, ചന്ദനക്കുട എഴുന്നള്ളിപ്പ് ഇത്യാദിയുള്ള മുഴുവൻ കാര്യങ്ങളും ഈ ഖബറുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. മാത്രമല്ല നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്ന ഒരുപാട് അനാചാരങ്ങൾ. അതിനും പുറമെ ഈ അനാചാരങ്ങളൊക്കെ നടക്കുമ്പോ ഇവിടുത്തെ പണ്ഡിതന്മാർ പാമര ജനങ്ങളോട് പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. റംലി ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചെണ്ടയടിക്കാന്ന് റംലി ഇമാം പറഞ്ഞിട്ടുണ്ട്, വെടിക്കെട്ട് നടത്താമെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഈ ഉറൂസിൽ വരുന്ന സ്ഥലങ്ങളിൽ, ഉറൂസ് നടക്കുന്ന സ്ഥലങ്ങളിൽ കുഷ്ഠരോഗികൾ ഉണ്ടാകും, സാംക്രമിക രോഗമുള്ളവരുണ്ടാകും. അപ്പോൾ അവരിൽ നിന്ന് രോഗാണുക്കൾ പകരാൻ സാധ്യതയുണ്ട്. അപ്പോ വെടിക്കെട്ട് നടത്തിയാൽ
വെടിക്കെട്ട് നടത്തി കഴിഞ്ഞാൽ ആ വെടിക്കെട്ട് നടത്തുന്നത് വഴി ഉണ്ടാകുന്ന വിഷപ്പുകയിലൂടെ രോഗാണുക്കൾ നശിച്ചു പോകുമെന്നും അതുവഴി രോഗം പകരുന്നത് ഇല്ലാതാവുകയും ചെയ്യുമെന്നതുകൊണ്ട് ഉറൂസ് സ്ഥലങ്ങളിൽ വെടിക്കെട്ട് നടത്തൽ ഫർളാണ് എന്നും ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ അവതാരികയോടെ കെ എം മുഹമ്മദ് മുക്കോയ മാത്തോട്ടം എന്ന് പറയുന്ന വ്യക്തി പുസ്തകം വരെ ഇവിടെ ഇറക്കി. അപ്പൊ വെടിക്കെട്ട് നടത്തരുതെന്നല്ല, വെടിക്കെട്ട് നടത്തണം, ചെണ്ടമേളം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഖബർ സിയാറത്തിന്റെ മറവിൽ ഇവർ ഈ തോന്നിവാസങ്ങൾക്ക് ന്യായീകരണം നൽകിയത്. മാത്രമല്ല, ഇന്ന് ഖബർ വ്യവസായം തന്നെ, കച്ചവടം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഖബറുകൾ വിലക്കെടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് വിലക്ക് വാങ്ങി, ഖബറുകൾ വിലക്ക് വാങ്ങി അവിടെ ഉറൂസുകൾ നടത്തുന്ന വൻ മാഫിയ സംഘങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുകയാണ്. ചുരുക്കി പറയട്ടെ സഹോദരങ്ങളെ, ചുരുക്കി പറയട്ടെ, വളരെ വ്യക്തമായി നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിലെ അടിസ്ഥാന തത്വങ്ങൾ, ആ അടിസ്ഥാന തത്വങ്ങളുടെ മറവിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ പണ്ഡിത പുരോഹിതന്മാർ പാവപ്പെട്ട ജനങ്ങളുടെ പോക്കറ്റടിക്കുകയാണ് എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മുജാഹിദ് പ്രസ്ഥാനത്തോട് ഇവിടെ വിമർശനം പുലർത്തുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ദീനിനോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ല ഈ പ്രസ്ഥാനത്തെ എതിർക്കുന്നത് എന്ന് ഈ മുജാഹിദ് പ്രസ്ഥാനം അടുത്ത് നടത്തിയ കാസർഗോഡ് വാദപ്രതിവാദത്തിലൂടെയും ഇടമുട്ടം വാദപ്രതിവാദത്തിലൂടെയും മുജാഹിദുകൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അവർക്ക് പ്രമാണങ്ങളോട് കൂറില്ല, ആത്മാർത്ഥതയില്ല, ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളോട് ആത്മാർത്ഥതയില്ല. നേരെ മറിച്ച് ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ നിലകൊണ്ടാൽ ഈ മുസ്ലിയാക്കന്മാരുടെ കള്ളത്തരങ്ങളും കൊള്ളരുതായ്മകളും നിലനിൽക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ തിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇത്യാദിയുള്ള ഉറൂസുകളും ആണ്ടർദികളും അതുപോലെ തന്നെ വെടിക്കെട്ടുകളും ഖബർസ്ഥാനിൽ നടത്താൻ പാടില്ല എന്ന് മുജാഹിദിൽ പറയുമ്പോൾ ഉടൻ തന്നെ മുജാഹിദികൾക്കെതിരെ മറുപടി പറയാൻ വരുന്ന ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? ഇവർ ഔലിയാക്കന്മാരില്ലാത്തവരാണ്, ഔലിയാക്കന്മാരെ സ്നേഹിക്കാത്തവരാണ്, ഔലിയാക്കന്മാരുമായി ബന്ധമില്ലാത്തവരാണ്, ഔലിയാക്കന്മാരെ എതിർക്കുന്നവരാണ്. ഇന്നും ഒരു സഹോദരൻ എന്നോട് സംസാരിച്ചു ഈ വഴിവെക്കിൽ വെച്ചുകൊണ്ട്, നിങ്ങൾ എന്തിന് മഹാത്മാക്കളെ കുറ്റം പറയണം, ഔലിയാക്കളെ കുറ്റം പറയണം, ഔലിയാക്കളെ കുറ്റം പറഞ്ഞവന്റെ നാക്ക് പൂച്ച കടിച്ചുകൊണ്ടുപോയി എന്ന് ഇന്നടുത്തുണ്ട്, ഇന്ന കിതാബിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സഹോദരനോട് സംസാരിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ മുജാഹിദുകൾ ഔലിയാക്കന്മാരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞ ഔലിയാക്കന്മാരെ അംഗീകരിക്കുകയും അവരിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് മുജാഹിദ് പ്രവർത്തകർ, മുജാഹിദ് പണ്ഡിതന്മാർ. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അറിയണം, മനസ്സിലാക്കണം, നിശ്ചയമായും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർ പേടിക്കേണ്ടതില്ല, അവർ ക്ലേശിക്കേണ്ടി വരികയുമില്ല. ആരാണ് ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, തഖ്വയുള്ളവരാണ്, ഈമാനുള്ളവരാണ്, ഈമാനോടെ തഖ്വയോടെ ജീവിക്കുന്നവരാണ്. ഈ ഖുർആൻ പഠിപ്പിച്ച ഔലിയാ സങ്കല്പത്തിൽ നിന്ന് മാറിക്കൊണ്ട് കുളിക്കാത്ത, നനക്കാത്ത, നമസ്കരിക്കാത്ത, വള്ളിയിൽ പോകാത്ത, നോമ്പ് നോക്കാത്ത, സക്കാത്ത് കൊടുക്കാത്ത ഭ്രാന്തന്മാരെ ഔലിയാക്കന്മാരായി അവരോധിക്കപ്പെടുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായി ഇല്ലേ? ഔലിയ എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചോണം എന്നില്ല. കാരണം ഔലിയാക്കന്മാർക്ക് 40 അടിയുണ്ട്. അവർ മജ്ദൂബിന്റെ ഹാലിലാണ്, ബുദ്ധിയുള്ള ഭ്രാന്തന്മാരാണ്. 40 അടിയുള്ള ആളുകൾ ഒരുപക്ഷെ അവന്റെ ഒരു തടി മക്കത്തുണ്ടാകും, മദീനത്തുണ്ടാകും, അവിടെ നിസ്കരിക്കുന്നുണ്ടാകും, ഒരു തടി നോമ്പ് നോക്കുന്നുണ്ടാവും, മറ്റേ തടി ജക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, വേറെ തടി വാത് പറയുണ്ടാവും. നമ്മൾ കാണുന്ന തടി തിന്നുന്ന തടി മാത്രം. 40 അടിയിൽ നമ്മൾ എവിടെ തടി കണ്ടാലും നമ്മൾ കാണുന്ന തടി തിന്നുന്ന തടി മാത്രം. ബാക്കി നിസ്കരിക്കുന്ന തടി മക്കത്ത്, നോമ്പ് നോക്കുന്ന തടി മദീനത്ത്, അങ്ങനെ 40 അടി ഉണ്ട് എന്ന് പറഞ്ഞ് പാമര ജനങ്ങളെ പറ്റിച്ചു ഇവിടുത്തെ പൗരോഹിത്യം. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു, ഇല്ല, ഇത് ശരിയല്ല, ഔലിയാക്കന്മാർക്ക് 40 അടി ഉണ്ട് എന്ന വാദം അത് ശരിയാകണമെങ്കിൽ ലോകം കണ്ട ഔലിയാക്കന്മാരിൽ ഏറ്റവും വലിയ ഔലിയ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠൻ, സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ മുഹമ്മദ് നബിക്ക് പോലും ഒറ്റ തടിയേ ഉണ്ടായിരുന്നുള്ളൂ, 2 തടി ഉണ്ടായിരുന്നില്ല. ഔലിയാക്കന്മാരുടെ നേതാക്കന്മാരായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അവിടുന്ന് ഇങ്ങോട്ടുള്ള ആ സ്വഹാബികൾക്ക് 40 തടി ഉണ്ടായിരുന്നില്ല, ഒറ്റ തടി ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഔലിയാക്കന്മാരെ വിമർശിക്കുന്നു. ഔലിയാക്കന്മാരെ വിമർശിച്ചിട്ടില്ല, നേരെ മറിച്ച് ഔലിയാക്കന്മാരുടെ പേരിൽ നടത്തുന്ന തട്ടിപ്പ്, ആ തട്ടിപ്പിനെയാണ് മുജാഹിദ് പ്രസ്ഥാനം വിമർശിക്കുന്നത്. അവസാനം ഇപ്പൊ പേരോട് സക്കാഫി അടക്കം മുജാഹിദുകൾ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി അല്ലേ? പേരോട് സക്കാഫി അടക്കം മുജാഹിദ് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്താ പറഞ്ഞെന്നറിയോ? അതേ, കള്ള ഔലിയാക്കന്മാരുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം വർഷങ്ങളായി ഇത് പറഞ്ഞപ്പോൾ അതേ ഔലിയാക്കന്മാരെ അംഗീകരിക്കാത്തവരാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞ് വിമർശിച്ച ആളുകൾ മുഴുവൻ അത് കേൾക്കണം. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി തന്നെ പറയാണ്, കള്ള ഔലിയാക്കന്മാരെ കുറിച്ച് നിങ്ങളൊന്ന് കേൾക്കുക. എന്തെല്ലാം സാധനങ്ങളാ പഠിച്ചവനെ ഇസ്ലാമിന്റെ പേരിൽ. അത് കാദിയാനിയ.
പിന്നെ സുബ്ഹാനല്ലാഹ്, നിങ്ങളറിയോ, അതാ മൗലവി, അലവി മൗലവി എവിടെ? മഞ്ചേരിയില്. ക്രിസ്ത്യാനി മൗലവിയാ, അച്ഛനാ മൗലവിയാ, ഓതുന്നത് ഖുർആനാ. എന്താ പറയുന്നത്? ക്രിസ്ത്യാനി മതമാണ് ശരിയെന്ന് ഖുർആനിലുണ്ട്. അത് അലവി മൗലവി മഞ്ചേരിയിലെ ഫത്വയാ. സുബ്ഹാനല്ലാഹ്. പിന്നെയോ എന്തെല്ലാം സാധനങ്ങളാ ഇറങ്ങുന്നത്? കള്ളത്തരീക്കത്തുകാരനാ. പിന്നത് പറയണ്ട. മുക്കി മുക്ക് കച്ചവടം പോലെ ശൈഖന്മാരല്ലേ, തല വിട്ട് പോലെ മൂക്കിന് മുക്കിന് ശൈഖന്മാര്. എല്ലാവരും ശൈഖ് കുറഞ്ഞ പരിപാടിയൊന്നുമില്ല. എല്ലാരും തരീക്കത്ത് കൊടുക്കൽ തന്നെ. കുറെ ആള് വാങ്ങലും കൊടുക്കലും വാങ്ങലും. ഈ സാധുവിനറിയോ എന്താ ശൈഖ്? ഈ തരീക്കത്ത് വാങ്ങാൻ പോയി എന്ന് പറഞ്ഞവനറിയോ എന്താ തരീക്കത്ത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുറച്ചു ദിവസം കഴിഞ്ഞൊക്കെ മുരീദ് നിസ്കരിക്കുന്നില്ല. ശൈഖ് പാണ്ഡ്യൻ നിസ്കരിക്കലില്ല, മുരീദും ഇപ്പം നിസ്കാരില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചേകനൂര് 3 നേരം 2 റകഅത്തെങ്കിലും ഉണ്ട്. കള്ള ശൈഖിനും മുരീദിനും തീരെ ഇല്ല. എന്തൊരു മുസീബത്താണിത്! ദീനിന് എന്തൊരു മുസീബത്താണ്! ഞാനിപ്പോൾ ദീർഘിപ്പിച്ചു പറയുന്നില്ല. ഓ സഹോദരന്മാരെ, ശൈഖന്മാർക്ക് മുഴുവനും ശൈഖായ ശൈഖുൽ മശാരിഖ് വൽ മഗാരിബ് ഗൗസുൽ അഅ്ലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ഫത്ഹുർ റബ്ബാനി എന്ന കിതാബിൽ പറയുന്നു, ജനങ്ങളെ, ശൈഖാണെന്നും പറഞ്ഞ ആരെങ്കിലും രംഗത്ത് വരുമ്പോഴേക്ക് നിങ്ങൾ പോയി കൈപിടിക്കല്ല, നിങ്ങളവരെ പോയി ബൈഅത്ത് ചെയ്യല്ല, ഉടമ്പടിയാക്കല്ല. ഒരൊറ്റ മനുഷ്യനും അള്ളാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കാതെ, അള്ളാഹ് വിരോധിച്ചത് കൈയൊഴിക്കാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമല്ല. ഫർളും സുന്നത്തുമായ അമലെടുക്കാതെ ശൈഖാകാൻ സാധ്യമല്ല, മുരീദാകാൻ സാധ്യമല്ല. ഹറാം കൈയൊഴിക്കാതെ ശൈഖും മുരീദുമില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയുന്നു, ചില കള്ള ശൈഖന്മാര് പെണ്ണുങ്ങൾ കൈപിടിക്കുന്നു, പെണ്ണുങ്ങളെ നോക്കുന്നു, താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൊണ്ട് കാല് പിടിച്ച് ചൊക്കിക്കുന്നു, അവരുടെ കൂടെ കിടക്കുന്നു. എടോ, യസ്തൈലു നാറുൻ അലാ നാർ. നിന്റെ മനസ്സ് മുഴുവനും തീ, ശൈത്താന്റെ തീ. ആ തീയില് ഈ ശൈഖാണ് മുരീദാണെന്നും പറഞ്ഞ് അന്യപെണ്ണിന്റെ കയ്യും പിടിച്ച് തീന്റെ മേലെ തീയാക്കിയിട്ട് ഈമാൻ കെടുത്തിയില്ലടാ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഗൗരവത്തോടെ ചോദിക്കുന്നു, എടോ, നിന്റെ ദീന് ശൈഖാണെന്നും പറഞ്ഞ് മുരീദാണെന്നും പറഞ്ഞ് നീ നശിപ്പിക്കുന്നത് എന്തിനാണ്? നിനക്ക് മുരീദന്മാരെ വഴിയിൽ വരണോ, ശൈഖന്മാരെ വഴിയിൽ വരണോ? അലൈക്കും ബിലുസൂമിൽ മസാജിദി വകസറത്തി സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ പള്ളികളിൽ പോയി ധാരാളം ഇരുന്നോ, നീ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ, ഫർളായ അമലൊക്കെ എടുത്തോ, സുന്നത്തൊക്കെ മുറുകെ പിടിച്ചോ, ഹറാം കൈയൊഴിച്ചോ, കറാഹത്ത് കൈയൊഴിച്ചോ. അല്ലാഹ് നിന്നെ പ്രിയം വെക്കും. നീ അല്ലാഹ് നിന്നെ പ്രിയം വെച്ചാൽ നിനക്ക് പല പവറും അല്ലാഹ് തരും. അതിന് നീ റബ്ബിന്റെ ഖുർആനും ഹദീസും പഠിപ്പിച്ചതനുസരിച്ച് മുൻഗാമികളെ പിന്തുടർന്ന് ജീവിച്ചോ. നീ മരണത്തെ ധാരാളം ഓർമ്മിച്ചോ. നീ പണത്തിന് വില കൽപ്പിക്കല്ല, അധികാരത്തിന് വില കൽപ്പിക്കല്ല, നിന്നെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല. നീ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ. ഞാൻ പലപ്പോഴും രാത്രി സമയത്ത് എഴുന്നേറ്റിരുന്ന് എന്റെ മരണത്തിന്റെ സന്ദർഭം ഓർത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് മക്കളെ. എങ്ങനെയുണ്ട് സഹോദരങ്ങള്? ഇത് കേട്ടിട്ട് പണ്ട് അരീക്കോടുകാരൻ ഒരാൾ ചോദിച്ച ഇയാൾ എപ്പോഴാ മുജാഹിദായതാ? കാരണം വെച്ചാല് ആളുകൾ വിചാരിച്ചത് ഇത് മുജാഹിദുകളുടെ വാദാണെന്ന്. കണ്ടോ, ഇത്രയും കാലം മുജാഹിദുകൾ ഈ കള്ള ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞപ്പോ മുജാഹിദിന് ഔലിയയില്ല, ഔലിയാക്കന്മാരെ നിഷേധിക്കുന്നവരാണ് എന്ന് നാട് നീളെ പ്രസംഗിച്ചിരുന്ന മുസ്ലിയാക്കന്മാരെ തൊള്ള കൊണ്ട് ഞങ്ങൾ പറയിച്ചു അല്ലേ? യഥാർത്ഥ ഔലിയാക്കന്മാര്, വ്യാജ ഔലിയാക്കന്മാരുണ്ട്, നിസ്കരിക്കാത്തവൻ ഔലിയല്ല. ഇത്രയും കാലം 40 അടിയുള്ള ഔലിയുണ്ട്, അപ്പൊ 40 അടിയുള്ള ഔലിയയിലോ ഏതെങ്കിലും ഒരു തരം നമസ്കരിക്കുന്നുണ്ടാവുമെന്ന് വാദിച്ച
മുസ്ലിയാക്കന്മാരെ കൊണ്ട് ഈ ഒരു അവസ്ഥയിലെത്തിക്കാൻ, ഈ ഒരു അവസ്ഥയിൽ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചു. പക്ഷേ ഇവര് പറഞ്ഞ വാക്കിനൊന്നും ആത്മാർത്ഥതയില്ല എന്നുള്ളത് വേറെ കാര്യം. ചില ആളുകള് കുറെ കാര്യം മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഒപ്പിച്ച് പറയണം എന്നാ ഉണ്ടോ, അങ്ങനെ പറഞ്ഞതാ. ഇതൊന്നും ആത്മാർത്ഥതയില്ല. മൂപ്പര് എന്നെ വാത് പറയണം എന്ത്, മറ്റുള്ളവരെ കൈപിടിച്ച് ഉമ്മിക്കണം, നീ കൊതിക്കണ്ട, പണം നീ ആഗ്രഹിക്കണ്ട എന്നൊക്കെ വാത് പറഞ്ഞ മുസ്ലിയാരാ. ആ മുസ്ലിയാരിന്റെ അപ്പുറത്തെ എന്താ കാണിക്കണമെന്ന് അറിയോ? അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. സഹോദരങ്ങളെ, വളരെ വ്യക്തമായിട്ട് കാണാം. നിങ്ങൾ രണ്ടും ഒരേ പ്രസംഗിച്ച ഒരാൾ തന്നെയാണ്. ഉപ്പരാ പറഞ്ഞത് എന്ത്, കൈപിടിച്ച് മുത്തണം നീ ആഗ്രഹിക്കണ്ട, പൈസ കൊതിക്കണ്ട. വലിയ പൈസയൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ്, കുഞ്ഞു പൈസയൊക്കെ ബക്കറ്റിലാണ്. 10 നോട്ടൊക്കെ ബക്കറ്റിലേക്കും 500 പോക്കറ്റിലേക്കും. വളരെ വ്യക്തമായി നിങ്ങൾ ആലോചിക്കണോ? ഇതാണ് ഇവർ നടത്തുന്ന തട്ടിപ്പ്. ഈ തട്ടിപ്പിനെതിരെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ ശബ്ദം വളരെ വ്യക്തമായി നിലകൊണ്ടത്. ഇത് മുടങ്ങുന്നു കണ്ടിട്ടാ. കാര്യം വെച്ചാല് ഈ ദ്വീപുകളിലടക്കം വന്നുകൊണ്ട് മുസ്ലിയാക്കന്മാര് പണം പറഞ്ഞിട്ടാ പകുതി 50-50. ഒത്താര് അത് പറയാൻ വരണം 50-50. അതെന്താണ്, ബിസ്ക്കറ്റാ? അല്ല, പിന്നെയോ പകുതി പൈസ നമുക്ക് പിരിച്ചുതരാ. 10,000 വേണേ പിരിച്ചുതരാ, 20,000 പിരിച്ചുതരാ, 1 ലക്ഷം പിരിച്ചുതരാ, 1.5 ലക്ഷം പിരിച്ചുതരാ. അതിന്റെ 50 എനിക്ക് തരണം. അവസാനം നോക്കുമ്പോ പിരിച്ചതിന്റെ 50 ആക്കിയപ്പോ പിരിച്ചത് നോക്കുമ്പോ എന്താണ്, 1,54,025 രൂപ 50 പൈസ. അവസാനം നേരെ പകുതിയാക്കി. അവസാനം നോക്കുമ്പോ 50 പൈസ ഉണ്ടല്ലോ, അത് 2 ആക്കണ്ടേ? അത് പറ്റൂല. എങ്ങനെ 25 തൊട്ടിപ്പോ കിട്ടാനില്ല? അതൊന്നും പറഞ്ഞാൽ പറ്റൂല. 25 തന്നേ പറ്റുള്ളൂ. 25 പൈസക്ക് വേണ്ടി വഴക്കിട്ട അനുഭവങ്ങൾ ഈ ദ്വീപുകാർക്ക് പറയുന്നുണ്ട് അല്ലേ? ഈ ജാതി തട്ടിപ്പുകൾ മുസ്ലിയാക്കന്മാർ നടത്തുമ്പോ, പാവപ്പെട്ട മനുഷ്യന്മാരുടെ പോക്കറ്റ് അടിക്കുമ്പോൾ അതിനെക്കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനം വളരെ വ്യക്തമായി പുറത്തു കൊണ്ടുവരുമ്പോ ഈ തട്ടിപ്പുകളുടെ പിന്നാലെ പോകരുത് എന്ന് പറയുമ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള സർവമാന തന്ത്രങ്ങളുമായി മുസ്ലിയാക്കന്മാർ ഊരു ചുറ്റുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ തകർക്കാനോ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ പിടിച്ചുകെട്ടാനോ ഒരുത്തരും സാധ്യമല്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇവിടെ നടക്കുന്ന ഈ സമ്മേളനം പോലും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് നോക്കുക നിങ്ങൾ. മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ അതിനെ ഓരോന്നിനെയും കച്ചവടവൽക്കരിച്ച് അതുമൂലം പണം ഉണ്ടാക്കുക എന്ന്. അവസാനം ഇപ്പൊ പുതിയ പണി എന്താ പണി എന്നറിയോ? സലാത്ത് ദിക്റും വിൽക്കുക. ദിക്ർ ചെയ്യണമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഉദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കണം എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അത് കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ തീർച്ചയായും അല്ലാഹു ഞാൻ നിങ്ങളെയും ഓർക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വഷ്കുറൂലി, എനിക്ക് നന്ദി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദിക്ർ ചെല്ലണം. ദിക്ർ ചെല്ലുന്നവനും ചെല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം റസൂൽ എന്ന് പറഞ്ഞത്, ജീവിച്ചിരിക്കുന്നവനാണ് ദിക്ർ ചെല്ലുന്നവൻ, ദിക്ർ ചെല്ലാത്തവൻ മരിച്ചവനാണ് എന്നാ പറഞ്ഞത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ പഠിപ്പിച്ചു തന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള ദിക്ർ, ഉദിച്ചു കഴിഞ്ഞാലുള്ള ദിക്ർ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ദിക്ർ, അങ്ങനെ സമയം നിശ്ചയിച്ചുകൊണ്ട് പോലും പ്രവാചകൻ എണ്ണം തിട്ടപ്പെടുത്തിയും തിട്ടപ്പെടുത്താതെയും ഒക്കെ ദിക്ർ പഠിപ്പിച്ചിരുന്നുണ്ട്. 1400 കൊല്ലമായി മുസ്ലിങ്ങൾ അതൊക്കെ ചെയ്തു വരുന്നുണ്ട്. അള്ളാഹു വളരെ വ്യക്തമായി നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് അല്ലാഹു ഖുർആനിലൂടെ കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പന വന്ന അന്നു മുതൽ ഇന്ന് വരെ വിശ്വാസികളായ ആളുകൾ മുഹമ്മദ് നബിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നുണ്ട്. അങ്ങനെ സ്വലാത്ത് ചെല്ലുകയും ദിക്ർ ചെല്ലുകയും ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ദിക്റും സ്വലാത്തൊക്കെ ഓരോരുത്തരും അങ്ങ് ചെല്ലാൻ തുടങ്ങിയാൽ അത് മുഖാന്തരം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുവഴി സ്വലാത്ത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ, ദിക്ർ വിറ്റ് പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതും നോക്കിക്കളയാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോ ദിക്റാണ് കച്ചവടം ചെയ്യുന്ന മുസ്ലിയാക്കന്മാർ. വിശുദ്ധ റമദാനിലെ 27 രാവിന് കട്ടപ്പാടം ആ പാടത്തേക്ക് സാധാരണക്കാരെ വിളിച്ചുകൊണ്ടുപോയിട്ട് ഇതാ നിങ്ങൾ ചെല്ലിക്കോ, സ്വലാത്ത് ചെല്ലാൻ നിങ്ങൾക്ക് അവസരം, ദിക്ർ ചെല്ലാൻ നിങ്ങൾക്ക് അവസരം. വിശുദ്ധ റമദാനിന്റെ അവസാന ഭാഗത്ത് പള്ളിയിൽ ഇഅ്തികാഫിരിക്കണമെന്ന് പറഞ്ഞ പഠിപ്പിച്ച പ്രവാചകൻ, ആ പ്രവാചകന്റെ സുന്നത്ത് സ്വീകരിച്ച് പള്ളിയിൽ ഇഅ്തികാഫിരിക്കേണ്ട ആളുകളെ വിളിച്ചുകൊണ്ടുപോയി പാടത്തിരുത്തുകയാണ്. അത് ഇഅ്തികാഫിരിക്കുന്ന പ്രതിഫലം പോലും നഷ്ടപ്പെടുത്തി വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ രാത്രികളെ പോലും ചൂഷണോപാധികളാക്കി മുസ്ലിയാക്കന്മാരെ മാറ്റുക. നിങ്ങൾ ആലോചിക്കണം, പള്ളിയിൽ ഇഅ്തികാഫിരിക്കേണ്ട സമയത്ത് വിശുദ്ധ റമദാനിലെ 27 രാവ് തെരഞ്ഞെടുത്തുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾ വിളിക്കുന്നു ഇതാ ഒരു സ്വലാത്ത് മജ്ലിസിലേക്ക്. എന്നിട്ട് കോടികൾ ലക്ഷങ്ങൾ പിടുങ്ങുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ലക്ഷങ്ങൾ പിടുങ്ങുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ വെറുതെ പറയില്ല. അതിന്റെ ഒരു വാർത്ത നിങ്ങളൊന്ന് കേൾക്കുക. ഇല്ലേ,
ബുദ്ധിമുട്ട് അല്ലല്ല അമൃത. വിശുദ്ധ റംസാനിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമങ്ങളിലൊന്നാണ് സ്വാലത്ത് സമ്മേളനം. മദനി സഖാഫത്ത് ഇസ്ലാമിക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രാർത്ഥനാ സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. രാവുകളേക്കാൾ പുണ്യമുള്ള രാവാണ് റംസാനിലെ 27ാം രാവ് എന്നാണ് വിശ്വാസം. പാപമോചനത്തിനും ലോകസമാധാനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് സ്വാലത്ത് സമ്മേളനത്തിൽ നടന്നത്. സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധ്യക്ഷൻ താജുൽ ഉലമ സയ്യിദ് അബ്ദുൾ റഹ്മാൻ അൽ ബുഖാരി ഉള്ളാൽ ഉദ്ഘാടനം ചെയ്തു. ഉമായദ്ദീൻ ചെയർമാൻ സയ്യിദ് ഇക്രാഹിം ഖുലീലുൽ ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തി. അമൃതാനീഷ് മലപ്പുറം. സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടല്ലോ, വിശുദ്ധ റമദാനിലെ 27 രാവിനാണ് എന്തോ, എന്നിട്ട് വായിക്കൊള്ളാത്ത പേരാണ് ഈ ഒത്താക്കന്മാർക്ക്. ഇയാളുടെ പേര് ഇമ്പായി മുസ്ലിയാരിന്നാ. ഈ പറഞ്ഞ ആളുടെ പേര് ഇമ്പായി മുസ്ലിയാരിന്നാ. രണ്ടത്താണ് ഇയാളുടെ വീട്ടിൽ ചെന്നപ്പോഴാണ്, വീടിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഇയാളുടെ പേര് നമ്മൾ മനസ്സിലാക്കിയത്, ഇമ്പായി മുസ്ലിയാർ. പക്ഷെ ഇമ്പായി ഉസ്താദ് പറഞ്ഞ ആൾക്കാർക്ക് വില ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് സയ്യിദ് ഖലീലുൽ ബുഖാരി അല്ലെ ബുഖാരി കണ്ടോ, കടലുണ്ടി. നീ വായിക്കൊള്ളാത്ത പേര്, അവസാനം വാർത്ത വായിക്കണാക്ക് പോലും അറിയില്ല. ഇബുക്കാരി ബുക്കാരി, മനസ്സിലായില്ലേ? അങ്ങനെ പോലും പറയേണ്ട ഒരു അവസ്ഥ. അങ്ങനെ നീളം വായിക്കൊള്ളാത്ത പേരൊക്കെ ഇട്ട് വലിയ ചെയ്ഹാന്ന് പരിധി തീർത്തിട്ടാണ് ഇത്തരത്തിൽ 27 രാവിലെ പോലും ആളുകളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കി. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിസാര കളിയല്ല, അള്ളാന്റെ ദീൻ കൊണ്ടുള്ള കളിയാണ്. പൗരോഹിത്യത്തിന്റെ ഏറ്റവും കപടമുഖം, തോന്നിവാസത്തിന്റെ മുഖം, അഹങ്കാരത്തിന്റെ മുഖം, അതാണ് ഇവിടെ കാണുന്നത്. തീർന്നില്ല സഹോദരങ്ങളെ. ഇത്തരത്തിൽ വിശുദ്ധ റമദാനിലെ 27 രാവിന് ഇത്തരത്തിൽ കട്ടപ്പാടത്ത് കൊണ്ടുവരുത്തിയ സാധുക്കളോട് മുസ്ലിയാക്കന്മാര് പറയാണ്, ഇത് ഇത്ര സെന്റ് സ്ഥലമുണ്ട്, ഇത്ര ഏക്കർ സ്ഥലമുണ്ട്, ഈ സ്ഥലം നിങ്ങൾ വഖഫ് ചെയ്യണം. വഖഫ് ചെയ്യാൻ പറയാ. ഇവൻ വിചാരിക്കും ഇതെന്താ എന്റെ വാപ്പാന്റെ സ്വത്താ വഖഫ് ചെയ്യാൻ. അവിടെ ചെന്നിരിക്കുന്ന ആൾക്കാർ അവന്റെ വാപ്പാന്റെ സ്വത്താണ്, അല്ലെങ്കിൽ അവന്റെ കിട്ടിയ സ്വത്താണ് എങ്കിലല്ലേ, സ്വന്തമുള്ള സ്വത്താണെങ്കിലല്ലേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മുസ്ലിയാക്കന്മാര് മസാല പറഞ്ഞു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മസാല അതിനൊരു പണിയാ. നിങ്ങളുടെ സ്ഥലമല്ല, ആ ഒരു വിഷമുണ്ട് എങ്കിൽ ഇത് സ്വർഗത്തിന്റെ തോപ്പായത് കൊണ്ട് തന്നെ നിങ്ങൾ എന്തെടുക്കണം എന്നറിയോ, 1 സെന്റിന് ഇത്ര രൂപയാണ്, അപ്പോൾ ഇത്ര ഏക്കർ വഖഫ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അതിന്റെ പണം ഇവിടെ ഏൽപ്പിച്ചാൽ മതി. കണ്ടോ, പൈസ വാങ്ങുക. അപ്പൊ 10 ഏക്കർ 20 ഏക്കർ ഓരോരുത്തരും 1 ഏക്കർ 2 ഏക്കർ 1 സെന്റ് 2 സെന്റ് 3 സെന്റ് 5 സെന്റ് വഖഫ് ചെയ്യുക. സ്വർഗം മേടിച്ചിടുക. എവിടെ? ഈ കട്ടപ്പാടത്തെ സ്വർഗം വാങ്ങിയിടുക. അവസാനം ഇങ്ങനെ 10,000 ആദ്യം വാങ്ങി ലക്ഷങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചില സാധുക്കൾ ഉണ്ടാവും 10-500 രൂപ. കാരണം 27 കഴിഞ്ഞ് വലിയ പെരുന്നാളിന് കുട്ടിയൊക്കെ കുപ്പായം വാങ്ങണല്ലോ. അങ്ങനെ 500 രൂപ മടക്കി അതിങ്ങനെ പോക്കറ്റ് വെച്ച് നടക്കുന്ന സാധുക്കൾ ഉണ്ടാവും. ആ 500 കൂടി തട്ടാ മുസ്ലിയാക്കന്മാര് പിന്നെ ചെയ്യണമെന്നറിയോ? ഏക്കർ കണക്കിന് കൊടുക്കാൻ കഴിയാത്ത സാധുക്കൾ ഇവിടെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ഇരിക്കുന്ന അത്രയും സ്ഥലം വഖഫ് ചെയ്താൽ മതി. അതിന് 350 രൂപയുള്ളൂ. ഉണ്ടോ? ഇരിക്കുന്ന അത്രയും സ്ഥലത്തിന് 350 രൂപ വഖഫ്. ഉണ്ടോ? അങ്ങനെ വഖഫ് ചെയ്യുക. സാധുക്കൾ സ്വർഗമല്ലേ ഈ വഖഫ് മേടിച്ചിടുന്നത്, സ്വർഗം പരലോകത്ത് വാങ്ങിയിടുകയാണല്ലോ. അതുകൊണ്ട് തന്നെ എന്തെടുക്കാണ്, 350 ഓം കൊടുക്കുകയാണ്. ഇങ്ങനെ കോടികൾ തിരിമറി നടത്തുന്ന സലാത്തുകളാക്കി ഇതൊക്കെ മാറ്റുകയാണ് സഹോദരങ്ങള്. ഇത് മുജാഹിദിന് പറയുമ്പോ കണ്ടോ, സലാത്തിനെതിരല്ല, സലാത്ത് വിറ്റ് കാശാക്കുന്ന കള്ള പൗരോഹിത്യത്തിന്റെ കപടതക്കെതിരെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം സംസാരിച്ചത്, സലാത്തിനെതിരെയല്ല. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ടിപ്പോ വഴക്കാണ്. ഏത് സലാത്താ നല്ല സലാത്ത് എന്നുള്ള വഴക്ക് അല്ലേ? അവസാനം നമുക്കറിയാം, വലിയ ഷെയ്ഖ് ഉള്ളാളത്തെ ഷെയ്ഖ് ഉണ്ട്. എങ്ങനെയാണ്? ചില ആൾക്കാർ ഇല്ലാത്ത ആൾക്കാരാ, ഉള്ളാളും ഇല്ലാത്ത ആളൊക്കെ ഉണ്ട്. അപ്പൊ ഉള്ളാള് വന്നിട്ട് പറയാണ് എന്ത്, ഉള്ളാള് തന്നെ വന്നിട്ട് പറയാ എന്താ പറയുന്നത് അറിയോ? ആ മൂപ്പര് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ. റസൂലിന്റെ മേലുള്ള സലാത്തിന്റെ ഫളായിൽ പറയുന്നതിനോ അത് നമ്മൾ പറഞ്ഞിരിക്കേണ്ട ആവശ്യമുള്ള അനുഭവമല്ലേ? ഇപ്പൊ എല്ലാവരും തുടങ്ങിയൊരു സലാത്ത് ബുദ്ധിമുട്ടിയിട്ടുള്ള സലാത്ത് മാസം അറിയിക്കുന്നു. സർവ്വ അറിയിക്കുമ്പോഴും സലാത്ത് എല്ലാവരും ആഴ്ചക്കാഴ്ച സലാത്തോ സലാത്ത്. നിങ്ങള് റിയാവിന്റെ സലാത്ത് അവിടെ ചെയ്യില്ല. പിന്നെ ആത്മാർത്ഥമായ അല്ലാഹുവിലേക്ക് മടങ്ങിട്ട് സലാത്ത് ചെയ്യുന്ന അപ്പം മനസ്സിലാക്കും, സംശയമില്ല. സഹോദരങ്ങളെ കണ്ടോ, കലീൽ തങ്ങൾ ബുദ്ധിമുട്ടി സലാത്തുണ്ടാക്കി. കലീൽ തങ്ങൾ ബുദ്ധിമുട്ടി സലാത്തുണ്ടാക്കിയപ്പോ ഇപ്പൊ എല്ലാരും സലാത്തോട് സലാത്ത്, ആചക്കാചക്ക് സലാത്ത്. ഒന്നെന്താ ഇയാൾക്ക് പരാതി? കൂലിയല്ലേ കിട്ടല്?
സലാത്തിയല്ലേ കൂലിട്ടല്ലേ? അതിന് ഇയാൾ പരാതിപ്പെട്ട എന്തിനാണ്? ഖലീൽ തങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കിയ സലാത്ത് ഇസ്ലാമിലെ സലാത്ത് ആണോ? അല്ല. പിന്നെന്താന്നറിയ സംഭവിച്ചത്? ഖലീൽ തങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നപ്പോ മൂപ്പര് സലാത്ത് ഉണ്ടാക്കി. ഇപ്പൊ മൂപ്പരുടെ പ്രയാസമൊക്കെ നീങ്ങി ബുദ്ധിമുട്ടൊക്കെ നീങ്ങി ഇപ്പൊ ഉഷാറാ. അതാണ് സത്യം. അല്ലാതെ ഖലീൽ തങ്ങൾ ബുദ്ധിമുട്ടി സലാത്ത് ഉണ്ടാക്കേണ്ട അവസ്ഥ ഇസ്ലാമിലില്ല. മുഹമ്മദ് സലാത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ ഉള്ളാളെന്നിട്ട് പറയാണ് ഖലീൽ തങ്ങൾ ഇപ്പൊ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സലാത്ത് ഉണ്ടാക്കിയപ്പോ ഇപ്പൊ എല്ലാവരും സലാത്തോട് സലാത്ത്, അച്ചക്കാച്ചക്ക് സലാത്ത്, നിന്റെ സലാത്ത് അല്ല സ്വീകരിക്കൂലടോ. ഇയാളാരാ? ആര് സലാത്തില്ലേ അല്ല സ്വീകരിക്കൂലേ? അപ്പൊ തട്ടിപ്പാന്ന് ഓനും അറിയാം അല്ലേ? നിന്റെ സലാത്ത് അല്ല സ്വീകരിക്കൂല, എന്റെ സലാത്ത് അല്ല സ്വീകരിക്കുള്ളൂ. അതെന്താ അങ്ങനെ? അതെങ്ങനെ? ആളുകൾ രണ്ട് സലാത്തായി അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും അല്ലേ? അപ്പൊ കുറെ വരുമാനം അങ്ങോട്ട് വന്ന് കണ്ടപ്പോ ഓന്റെ സലാത്ത് അല്ല സ്വീകരിക്കൂല, എന്റെ സലാത്ത് സ്വീകരിക്കുള്ളൂ, ഇങ്ങോട്ട് വാ. സഹോദരങ്ങളെ ആലോചിക്കണം ഈ തട്ടിപ്പ്. എന്നിട്ട് പാവങ്ങളെ വിളിച്ച് വിശുദ്ധ റമദാനിന്റെ പാതിരാത്രിയിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് എന്താ പ്രാർത്ഥിക്കണം എന്നറിയോ? എന്താ പ്രാർത്ഥിക്കുന്നത്? റമദാനില് അള്ളനോട് പാപമോചനം തേടേണ്ട, പടച്ചവനോട് പൊറുക്കല ചോദിക്കേണ്ട ആ സമയമാണ്, റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വിശുദ്ധ റമദാൻ അവസാനത്തെ ഭാഗം. റബ്ബിനോട് പൊറുക്കല ചോദിക്കേണ്ട, മനസ്സ് റബ്ബിലേക്ക് മടക്കേണ്ട, തൗബ ചെയ്യേണ്ട, അള്ളാഹുവിന്റെ ദിക്റുമായി കഴിയേണ്ട ആ സമയത്ത് ഇത്തരത്തിൽ സാധുക്കളെ വിളിച്ചു കൂട്ടിയിട്ട് ഉസ്താക്കന്മാർ ദുആ ചെയ്യാ. എന്താ ദുആ ചെയ്യണത്? നിങ്ങളൊന്ന് കേൾക്കുക. ഇത്ര ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്, ഇത്ര മണിക്കൂറായിരിക്കുന്നു തങ്ങള്, കരുണയുടെ ദൗർബന്ധാണ് തങ്ങള്, അവിടുത്തെ പൊരുത്തമാണ് തങ്ങള്, നമ്മളെ ഹായിബാക്കല്ല തങ്ങള്, നിങ്ങൾ സാധുക്കളാണ് തങ്ങള്, നിങ്ങളെ കൈവടിയല്ല തങ്ങള്, അത്താണിയായ തങ്ങള്, നിങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യണം തങ്ങള്, അവിടുത്തെ ശുപാർശ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള തങ്ങള്, ഉമ്മയായ തങ്ങള്, താണിയായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ലോകത്തേക്ക് ഒരു പ്രതീക്ഷിക്കുന്നവരാണ് തങ്ങള്, നിങ്ങൾക്കത് വേണം തങ്ങള്, നിങ്ങൾക്കത് വേണം തങ്ങള്, നിങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്, അതിന്റെ പ്രതിഫലം വേണം തങ്ങള്, 1000 മാസവും വേണം തങ്ങള്, അതൊന്നും കുറയരുത് തങ്ങള്, ഞങ്ങൾക്ക് വേണം തങ്ങള്, സാധുക്കളാണ് തങ്ങള്, നിന്ന് വന്നു വളർന്നകള്, ദൂരത്തുനിന്ന് വന്നു വളർന്നകള്, അമലുകളില്ല തങ്ങള്, കുറവാണ് തങ്ങള്, ദൈവത്തേക്ക് അതുകൊണ്ട് വിജയിക്കണം തങ്ങള്, ഞങ്ങൾ അവിടുന്ന് സഹായിക്കണം തങ്ങള്, നിങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, ഞങ്ങളെ കൈവടിയുള്ള തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണുവെച്ച് കൊടുത്ത തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണുവെച്ച് കൊടുത്ത തങ്ങള്, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങള്, പൂർണ്ണരഥം 2 പലർത്താക്കിയ തങ്ങള്, കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്, ലോകത്തിന് റഹ്മത്തായി വന്ന തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, സാധുക്കളാണ് തങ്ങള്, കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, രക്ഷിക്കണ തങ്ങള്, നിങ്ങളെ രക്ഷിക്കണ തങ്ങള്, നിങ്ങളെ രക്ഷിക്കണ തങ്ങള്, വലിയ വളർമയുള്ള തങ്ങള്, സ്നേഹിച്ച തങ്ങള്, കാര്യപടയ തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, ഇല്ലത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, ഇല്ലത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, ഇവിടെ തങ്ങള്, അവരുടെ തങ്ങള്, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങള്, സാധുക്കളാണ് തങ്ങള്, നിങ്ങളെ കൈവടിയല്ല തങ്ങള്, ആദികളാണ് തങ്ങള്, ദോഷികളാണ് തങ്ങള്, രക്ഷപ്പെടുത്തണ തങ്ങള്, ഞങ്ങളെ രക്ഷപ്പെടുത്തണ തങ്ങള്, മരിച്ചുപോയ പലരുമുണ്ട് അല്ലാ. സഹോദരങ്ങളെ കണ്ടോ, ആടിന് കെട്ടിത്തൂക്കിയ പോലെ ഞങ്ങള് ഉണ്ടോ, ആട് പിടിച്ചിട്ട് ഇങ്ങനെ വലവ് കെട്ടിത്തൂക്കിയിട്ട് ഇങ്ങനെ കാണാം ഈ കരച്ചില്. മനസ്സിലായില്ലേ? നിങ്ങൾ ആലോചിക്കണം. ഇതാ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത്. എവിടെ അല്ലാത്തൊരു പ്രാർത്ഥിക്കല് ഞങ്ങള് കണ്ടോ. അക്സായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ, ഇബാദത്തിന്റെ നിർവചനം പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, അങ്ങേറ്റത്തെ വിനയ പ്രകടനം. ഇതാണ് ഇബാദത്ത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശക്തമായി എതിർത്തു. ഇല്ല, അള്ളാഹ്ക്ക് മാത്രം അർപ്പിക്കേണ്ടത്, അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. അങ്ങേറ്റത്തെ വിനയ പ്രകടനം മുഹമ്മദ് നബിയോട് തന്നെ വിശുദ്ധ റമദാൻ 27 രാവിന് നടത്തിയ. അള്ളയോട് പ്രാർത്ഥിക്കുമ്പോൾ പോലും ഈ ആത്മാർത്ഥതയില്ല. അള്ളയോട് പ്രാർത്ഥിക്കുമ്പോൾ പോലും ഇത്രയും വിഷമമില്ല, ഇത്രയുമില്ല. നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം. ഈ നിലക്ക് വിശുദ്ധ റമദാൻ 27 രാവിൽ പോലും സാധുക്കളായ ആളുകളെ വിളിച്ച് പറമ്പിൽ കൊണ്ടുവന്നിട്ട്, മൈതാനത്ത് കൊണ്ടുവന്നിട്ട്, തങ്ങളെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, ഇങ്ങനെ ആടി കരയുടെ കോലത്തിന് കുറെ പ്രാർത്ഥിച്ചിട്ട് പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്ന ഇതിനെതിരെയാണ് സംസാരം. മുഴുവൻ തട്ടിപ്പല്ലേ,
മുഴുവൻ തട്ടിപ്പല്ലേ. ഞാൻ ദ്വീപിൽ നിന്നിട്ടാ സംസാരിക്കണത്. ഈ പറഞ്ഞ മുസ്ലിയാരും ദ്വീപുകാരനാ അല്ലേ? ഈ കാര് പുറത്തുകൊണ്ട് വന്നു. നാട്ടിലെത്തിയാൽ കരയിലെത്തിയാ മൂപ്പര് തങ്ങളാ. അവസാനം ഈ കാര് സ്കൂൾ സർട്ടിഫിക്കറ്റ് അടക്കം പൊക്കി നോക്കുമ്പോ നല്ല കോയയാണ്. അവിടെ എത്തിയപ്പോ തങ്ങളാണ്. തുടക്കം മുതലേ തട്ടിപ്പ്. നിങ്ങൾ ചിന്തിക്കണം, ബാക്കി അസുര അന്വേഷിക്കണം. നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം. തുടക്കം മുതലേ തട്ടിപ്പാ ഈ തട്ടിപ്പിനെതിരെ. എന്നിട്ട് ഞങ്ങൾ വലിയ സ്നേഹാണ് പോലും. ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നു, നബിമാരെ സ്നേഹിക്കുന്നു. ഞങ്ങൾ ദീനുൽ ഇസ്ലാമിന്റെ കാവൽപടന്മാരാണ്. വഹാബിയത്തിനെതിരെയാണ്, അതിനെതിരാണ്. എവിടെയാണ്, എന്താണ് ഈ ചപ്പടാച്ചിനർത്ഥം? ഇങ്ങനെ സഹോദരങ്ങളെ ഓരോന്നോരോന്ന് വിശദീകരിച്ചാൽ നേരം വെളുത്തു പോകും. ഇപ്പൊ തന്നെ സമയം അധികരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം, ആത്മാർത്ഥമായി പഠിക്കണം. ഇവിടെ ഇസ്ലാഹി പ്രവർത്തകർ ഈ പ്രവർത്തനങ്ങളും ഈ കഷ്ടപ്പാടുകളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ തയ്യാറുള്ള, നാളെ പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, അള്ളാഹുവിന്റെ ദീനാണിത് എന്ന് ബോധമുള്ള, ഈ ദീൻ അപകീർത്തിപ്പെടുത്താൻ, ഈ ദീനിന്റെ ആദർശത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരുത്തരെയും സമ്മതിക്കില്ല എന്ന് ആത്മാർത്ഥതയുള്ള ചിന്തിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ സഹോദരങ്ങളെ അവർക്ക് വേണ്ടിയാണിത്. അതുകൊണ്ട് അന്വേഷിക്കാനും ചിന്തിക്കാനും കാര്യങ്ങൾ പഠിക്കാനും തയ്യാറാകണമെന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ സമാപനം എന്ന നിലക്ക് മുജാഹിദ് ബാലുശ്ശേരി നമ്മളോട് സംസാരിക്കും. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വേദിയിലെ ബഹുമാന്യരായ പണ്ഡിത വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇസ്ലാമിലെ അഖീദാപരവും വിശ്വാസപരവും കർമ്മപരവുമായ ധാരാളം കാര്യങ്ങളിൽ സംശയ നിവാരണങ്ങൾ നടത്തുന്ന മഹത്തായ ഒരു സെഷനാണ് ഇന്ന് മഗ്‌രിബിന് ശേഷം ഇവിടെ നടന്നുപോയത്. ഈ ദ്വീപുകളിലെ മുജാഹിദ് സമ്മേളനം കൊണ്ട് ഈ ദ്വീപുകളിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്കെല്ലാം എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന്, എന്താണ് സത്യദീൻ എന്ന് മനസ്സിലാക്കുവാനുള്ള അവസരമുണ്ടായി. അൽഹംദുലില്ലാഹ്. സഹോദരന്മാരെ, ഭയപ്പെടാതെ, മടി കാണിക്കാതെ സത്യം ബോധ്യപ്പെട്ടാൽ ആ സത്യപ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിൽ 119-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്വാദിഖീൻ, സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങൾ നിലകൊള്ളുകയും വേണം. യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ സുന്നി പ്രസ്ഥാനത്തെ നയിക്കുന്ന പണ്ഡിതന്മാർ അവരെ യഥാർത്ഥ ദീനിലേക്കല്ല നയിക്കുന്നത്, ധാരാളക്കണക്കിന് ശിർക്കിലേക്കും വിദേഹത്തിലേക്കുമാണ് എന്ന് ഈ കഴിഞ്ഞ പ്രമാണബദ്ധമായ വിശദീകരണങ്ങളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കി. നമ്മളെ രക്ഷിക്കാൻ ഇനിയൊരു നബി വരാനില്ല, നമുക്കിനിയൊരു വേദഗ്രന്ഥം അവതരിക്കാനില്ല. അള്ളാഹുവിന്റെ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ദീന എന്തുണ്ടോ അത് സ്വീകരിക്കുകയും അതാചരിക്കുകയും അതനുഷ്ഠിക്കുകയും ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർക്കാണ് പരലോകത്ത് രക്ഷയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വമൻ യുശാഖിഖി റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. ഹിദായത്ത് വ്യക്തമായി കഴിഞ്ഞതിനു ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം ഇന്നതാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞതിനു ശേഷം ആരതിനെതിരായി പ്രവർത്തിക്കുകയും ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീകളുടേതല്ലാത്ത മാർഗം അവലംബിക്കുകയും ചെയ്തുവോ, നുവല്ലിഹി മാ തവല്ലാ, അവനെ തിരിഞ്ഞിടത്തേക്ക് നാം തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ, നരകാഗ്നിയിലായിരിക്കും അവൻ ചെന്നു പതിക്കുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 115-ാമത്തെ സൂക്തമാണിത്. അള്ളാഹുവിന്റെ ഖുർആൻ എന്ത് പറഞ്ഞുവോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ എന്ത് പഠിപ്പിച്ചുവോ, വിശ്വാസികളായ പ്രവാചകന്റെ സഹാബികൾ എന്ത് ഉൾക്കൊണ്ടുവോ, അതനുസരിച്ച് ജീവിക്കുന്നവരാരായിരുന്നാലും
ലോകത്തിന്റെ ഏത് കോണിലുള്ള മനുഷ്യരായിരുന്നാലും അവർക്കാണ് രക്ഷയുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവാണ് സത്യം, നിങ്ങൾ മുഅ്മിനുകളാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ ഒരു കാര്യത്തിൽ വിധി പറയുകയും ആ കാര്യം നിങ്ങൾക്ക് സ്വീകാര്യമല്ലാതെ പോവുകയും നിങ്ങളുടെ മനസ്സിന് ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വാസികളാവുകയില്ല. നരിയാണിയുടെ താഴെ ഡ്രസ് പോകരുത് എന്ന് പറഞ്ഞാൽ, താടി നീട്ടണമെന്ന് പറഞ്ഞാൽ, മീശ വെട്ടി ഒതുക്കണമെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണമെന്ന് റസൂല് പറഞ്ഞാൽ, റസൂലിന്റെ വിധിക്കെതിരായ ഒരാൾ മറ്റൊരു വിധി സ്വീകരിച്ചാൽ, ഫലാ വറബ്ബിക അല്ലാഹുവാണേ സത്യം, ലാ യുഅ്മിനൂൻ നിങ്ങൾ വിശ്വാസികളാവുകയില്ല എന്ന് 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 65-ാമത്തെ സൂക്തത്തിൽ പറയും. പടച്ചവനെ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണേ. നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായവരുടെ മാർഗം അമ്പിയാക്കളുടെയും അതുപോലെ സിദ്ദീഖുകളുടെയും രക്തസാക്ഷികളുടെയും സ്വാലിഹീങ്ങളുടെയും മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആരല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുവോ അവരല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ് എന്ന് ഖുർആനിലെ 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 69-ാമത്തെ സൂക്തത്തിൽ പറയുന്നു. അതേ അധ്യായത്തിൽ 59-ൽ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിനെ അനുസരിച്ചാൽ, റസൂലിനെ അനുസരിച്ചാൽ, വഉലിൽ അംരി മിൻകും അവരുടെ കൈകാര്യകർത്താക്കളെ അനുസരിച്ചാൽ, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി, മതപരമായ കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ ഫറുദ്ദൂഹു നിങ്ങൾ മടക്കണം, ഇലല്ലാഹ് അല്ലാഹുവിലേക്ക് മടക്കണം, വറസൂലി റസൂലിലേക്ക് മടക്കണം, ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല പര്യവസാനമെന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക് നിങ്ങളെ നയിക്കുന്നു എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഗ്രന്ഥം, ആകാശഭൂമികളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാന്റെ ഗ്രന്ഥം ഖുർആനിലെ 4-ാം അധ്യായം 59-ലൂടെ പറയുമ്പോൾ നമ്മുടെ അഭിപ്രായ ഭിന്നതകൾ മദ്ഹബി ഗ്രന്ഥങ്ങളിലേക്ക് മടക്കാതെ, പണ്ഡിതന്മാരുടെ കേവല അഭിപ്രായങ്ങളിലേക്ക് മടക്കാതെ, ഉസ്താദേ അല്ലാഹുവിന്റെ ഖുർആനിൽ എന്താണുള്ളത്, ഉസ്താദേ അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്, ഉസ്താദേ ഈ വചനം സഹീഹാണോ, ഉസ്താദേ ഈ വചനം ദഈഫാണോ, റസൂൽ പറയാത്ത ഒരു വാചകം പറയുകയും അത് സ്വീകരിക്കുകയും ചെയ്താൽ നരകത്തിൽ ഒരു സീറ്റ് റിസർവ് ചെയ്തു കൊള്ളണമെന്ന് പറഞ്ഞിട്ടില്ലേ ഉസ്താദേ? അതുകൊണ്ട് ഈ ഹദീസ് സഹിയാണോ ഉസ്താദേ? സ്വർഗമാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണമല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ നബാ, ഖീല വമൻ നബാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകളും സ്വർഗ്ഗത്തിൽ പോകും, ഇല്ലാ മൻ നബാ, വിസമ്മതിച്ചവരൊഴികെ. ആരാണ് വിസമ്മതിച്ചവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വമൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ, എന്നെ അനുസരിച്ചവനാണ് സ്വർഗ്ഗത്തിൽ, എന്നോട് അനുസരണക്കേട് കാണിച്ചവൻ നരകത്തിലാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു, തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ, പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്, അതിന്റെ രാത്രി പകലിനെ പോലെ പ്രശോഭിതമാണ്. അവ്യക്തതകളില്ലാത്ത, അനാവശ്യങ്ങൾ തെല്ലും കടന്നു വരാത്ത, തിന്മകൾ കടന്നു വരാത്ത ദീനുൽ ഇസ്ലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പൂർത്തീകരിച്ചു. ഇനി അതിൽ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യേണ്ടതില്ല. നിങ്ങൾ നോക്കൂ, ഇത് സെൻസിംഗ് ആണ്. ആത്മീയ അനുഭൂതി തേടി സലാത്ത് നഗറിലേക്ക് എന്ന ഈ ലേഖനത്തിൽ പച്ചയായി സുന്നികൾ പറയുന്നത് 5 കൊല്ലമായിട്ടേ ഉള്ളൂ ഇത് തുടങ്ങിയിട്ട് എന്നാണ്. സഹോദരങ്ങളെ, ദീന് പൂർത്തിയായിട്ട് 1450 വർഷങ്ങൾ പിന്നിട്ടു എന്ന് നമുക്കറിയാം. പക്ഷെ ഇവർ പറയുന്നത് കമാലിയ സ്വലാത്ത് തുടങ്ങിയിട്ട് 5 കൊല്ലമായിട്ടേ ഉള്ളൂ എന്നാണ്. നിങ്ങൾ ആലോചിക്കണം, ഇത് ഇസ്ലാമല്ല, ഇത് ഇസ്ലാമല്ല. ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തീകരിച്ചതാണ്. നിങ്ങൾ നോക്കൂ, ഇവര് പറയുന്നത് 4-5 വർഷങ്ങളായി റമദാനിന്റെ ശ്രേഷ്ഠമായ 27-ാം രാവിൽ വിശാലമായ സ്വലാത്ത് നഗറിലെത്തുന്ന ജനബാഹുല്യത്താൽ ഈ നഗരം അക്ഷരാർത്ഥത്തിൽ വീർപ്പുമുട്ടുന്നു എന്നാണ്. 5 കൊല്ലങ്ങൾക്ക് മുമ്പ് മുസ്ലിങ്ങൾക്ക് ഇത് പരിചയമില്ല. അള്ളാഹുവിന്റെ റസൂൽ ഇത് കാണിച്ചു തന്നിട്ടില്ല, സഹാബികൾ ഇത് പരിചയപ്പെടുത്തിയിട്ടില്ല, താബിങ്ങൾക്ക് ഇതറിയില്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് ഇതറിയില്ല. അവരാരും ഇതറിയാതെ പോയതാണോ? ഉള്ളൊരു കാര്യം നടത്താതെ പോയതാണോ? അല്ല എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിജയത്തിനുള്ള ഒറ്റ മാർഗമേ ഉള്ളൂ.
അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെന്തോ അത് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിന്തുടരുക. അതിനെതിരായ ആര് പറഞ്ഞാലും പരലോകത്തെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗം വിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചാൽ പരലോകത്ത് മനുഷ്യർ കൈകടിക്കും. എന്നിട്ട് അവർ പറയും, ഞങ്ങൾ ഇന്നാലെന്നവനെ കൂട്ടുപിടിച്ചിട്ടാണല്ലോ ഞങ്ങൾക്ക് ഈ ഗതികേട് സംഭവിച്ചത് എന്ന് ഓരോ മനുഷ്യനും പറയും. നമുക്കാർക്കും കൂട്ടില്ലാത്ത ഒരു പരലോകം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന വാചകം അതാണ്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഹിൻ മിൻഹും യൗമൈദിൻ ശഅനി യുഗ്നി. സൂറത്ത് അബസയിൽ 80-ാം അധ്യായത്തിൽ 34 മുതൽ 37 വരെയുള്ള സൂക്തത്തിൽ പറയാണ്, ബാപ്പ കൂട്ടിനില്ലാതെ ഭർത്താവ് കൂട്ടിനില്ലാതെ ഭാര്യ കൂട്ടിനില്ലാതെ ഭർത്താവ്, മാതാപിതാക്കളുടെ സഹായമില്ലാതെ മക്കളുടെ സഹായമില്ലാതെ കൂട്ടുകാരുടെ സഹായമില്ലാതെ ഒറ്റക്കൊറ്റക്ക് പടച്ച തമ്പുരാന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും. അന്ന് അല്ലാഹു നമ്മളോട് ചോദിക്കും, ഞാനൊരു ഖുർആൻ അവതരിപ്പിച്ചിട്ടില്ലായിരുന്നുവോ? ഞാൻ ഖുതുബിയത്ത് അവതരിപ്പിച്ചിരുന്നുവോ? ഞാൻ മുഹിദ്ദീമാൽ അവതരിപ്പിച്ചിരുന്നുവോ? 7-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും രചിക്കപ്പെട്ടത് നിങ്ങൾക്ക് മാർഗദർശനമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് നിങ്ങൾക്ക് മാർഗദർശനം. അത് പിന്തുടർന്നാലേ നിങ്ങൾ രക്ഷപ്പെടൂ എന്ന് എന്റെ വേദഗ്രന്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞാനൊരു പ്രവാചകനെ അയച്ചിട്ടില്ലേ? 23 കൊല്ലത്തെ സംഭവബഹുലമായ ജീവിതത്തിലൂടെ തുറന്നു വെക്കപ്പെട്ട ഒരു പുസ്തകം പോലെ അദ്ദേഹത്തിന്റെ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഒരു സൈന്യാധിപൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രത്തിന്റെ നായകൻ എന്ന നിലയിൽ, ഒരു നീതിപീഠത്തിലെ ഭരണാധികാരി എന്ന നിലയിൽ, അടുക്കളയിൽ ഭാര്യയെ സഹായിക്കുന്ന ഒരു നല്ല ഭർത്താവ് എന്ന നിലയിൽ, പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ഒരു നല്ല ഇമാം എന്ന നിലയിൽ, മുസ്ലിം സമൂഹത്തെ നയിക്കുന്ന ഒരു ഉന്നത വ്യക്തി എന്ന നിലയിൽ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയില്ലായിരുന്നുവോ? എന്തേ നിങ്ങളത് സ്വീകരിക്കാത്തത് എന്ന് ചോദിച്ചാൽ പരലോകത്ത് നമ്മൾ കൈകടിക്കേണ്ടി വരും. അതുകൊണ്ട് സുന്നികളെ, പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ദീപുകാരെ, ഈ സമ്മേളനം നിങ്ങളെ സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കാനാണ്. സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നന്ന്, സ്ഥിരീകരിച്ചാൽ നിങ്ങൾക്ക് ദോഷം. ഞങ്ങൾ സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് നന്ന്, ഞങ്ങൾ തള്ളിക്കളഞ്ഞാൽ ഞങ്ങൾക്ക് ദോഷം. ആരുമാരെയും സഹായിക്കാനില്ലാത്ത, യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സി ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്, ഒരാൾക്കും ഒരാളെ സഹായിക്കാൻ പറ്റാത്ത ഒരു ലോകം. 82-ാം അധ്യായം 19-ാമത്തെ സൂക്തമാണ്. അതുകൊണ്ട് ചിന്തിക്കുക, ഉറക്കെ ചിന്തിക്കുക, ആലോചിക്കുക. ഈ സമ്മേളനത്തിൽ നിന്ന് കേട്ടതും ഇവിടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തതും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ, ഇവിടെ പ്രസംഗിച്ച ഒരൊറ്റ പണ്ഡിതനും മുജാഹിദ് പണ്ഡിതന്മാരുടെ അഭിപ്രായം ഉദ്ധരിച്ചിട്ടില്ല, വിചിന്തനം ഉദ്ധരിച്ചിട്ടില്ല, അൽമനാർ ഉദ്ധരിച്ചിട്ടില്ല, മുജാഹിദ് പണ്ഡിതന്മാരുടെ പ്രസിദ്ധീകരണം ഉദ്ധരിച്ചിട്ടില്ല. ഞങ്ങളിവിടെ ഉദ്ധരിച്ചത് ഖുർആനാണ്, ഞങ്ങളിവിടെ ഉദ്ധരിച്ചത് ഹദീസാണ്, ഞങ്ങളിവിടെ ഉദ്ധരിച്ചത് സഹിഹായ ഹദീസാണ്, ഞങ്ങളിവിടെ ഉദ്ധരിച്ചത് മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കൃത്യമായ വെളിച്ചമാണ്, ഞങ്ങളിവിടെ ഉദ്ധരിച്ചത് സുന്നി പണ്ഡിതന്മാരുടെ ക്ലിപ്പുകളാണ്. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാം, ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തന്നു, ഞങ്ങൾക്ക് പടച്ചവനോട് പറയാം, ഖാലു മഅദിറതൻ ഇലാ റബ്ബിക്കും, റബ്ബേ ഞങ്ങൾ എത്തിച്ചു കൊടുത്തു, റബ്ബേ നീ സാക്ഷിയാണ്, അല്ലാഹു മിശ്ഹദ്, അല്ലാഹു മിശ്ഹദ്, അല്ലാഹു മിശ്ഹദ്. ഇത് കേട്ടവർ സാക്ഷിയാണ്, ഈ അന്തരീക്ഷം സാക്ഷിയാണ്. നാദാ പരലോകത്തിൽ ഞങ്ങൾ കുറ്റക്കാരാവില്ലല്ലോ. തമ്പുരാനെ ഞങ്ങൾ എത്തിച്ചു കൊടുത്തു, ഇനി ഇവർക്ക് സ്വീകരിക്കാം, ഇവർക്ക് തള്ളിക്കളയാം. ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ നിർവഹിച്ചു. നാഥാ നിന്റെ മാർഗത്തിൽ പടപൊരുതാൻ, നാഥാ നിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ, നാഥാ നിന്റെ നാമത്തിൽ ഈ പാവപ്പെട്ട സുന്നി സമൂഹത്തിന്, ഈ പാവപ്പെട്ട ജനസമൂഹത്തിന് സത്യദീനെത്തിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ലക്ഷദ്വീപിലെ നിവാസികൾക്ക്, മുജാഹിദുകൾക്ക് ധൈര്യം ചോർന്നു പോകാൻ പാടില്ല. നമ്മളല്ലാതെ ഇത് പറയാൻ ആരുമില്ല. അതുകൊണ്ട് നമ്മൾ തുറക്കെ പറയുക, സത്യമായി പറയുക, ഖുർആനിന്റെ വെളിച്ചത്തിൽ പറയുക. നമുക്ക് പേടിക്കാനില്ല. അസത്യം പറയുന്ന ആളുകളോട് നമുക്ക് പറയാം, ഖുൽ ഹാതു ബുർഹാനക്കും, കൊണ്ടുവാ നിങ്ങളുടെ തെളിവ്, ബ്രിങ് ദ എവിഡൻസ് ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ എന്ന് 2-ാം അധ്യായം 111-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു നമ്മളോട് ചോദിക്കുന്നു. നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തെളിവിതാ, ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. നിങ്ങൾ ചെയ്യുന്ന പലതും തെറ്റാണെന്ന് ഞങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തെളിയിക്കാം. തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? എങ്കിൽ നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകാം. നമുക്ക് അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കാം, നമുക്ക് റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കാം. സഹാബികൾ നടന്നു നീങ്ങിയ പാത നമുക്ക് ഉൾക്കൊള്ളാം. നമുക്ക് മുഹാജിറുകളെ, അൻസാറുകളെ, നല്ല രൂപത്തിൽ പിന്തുടർന്ന സലഫു സാലികളെ നമുക്ക് പിന്തുടരാം. അതാണ് വിജയത്തിനുള്ള വഴി. അതാണ് ഈ സമാപനത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നാഥാ നീ അനുഗ്രഹിക്കണമേ. നാഥാ നിന്റെ പ്രവാചകന്റെ ചര്യനുസരിച്ച് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ. നാഥാ മനുഷ്യരെ സ്നേഹിക്കാനുള്ള കരുണ, ആർദ്രത, അലിവ്, അനുകമ്പ, സഹാനുഭൂതി ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. പണ്ഡിതന്മാരുടെ തനി നിറം ഞങ്ങൾ തുറന്നു കാണിക്കുന്നത് അവരോടുള്ള ദേഷ്യമല്ല, അവരെ പരിഹസിക്കാനല്ല,
മറിച്ച് വഞ്ചിക്കപ്പെട്ട ജനതയ്ക്ക് ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താനാണ് അതിന് ഈ അവസരമുണ്ടായി. നാഥാ നിനക്ക് സ്തുതി. പടച്ചവനെ നീ സത്യമനുസരിച്ച് ജീവിക്കാൻ തൗഫീക്ക് ചെയ്യണേ. നാഥാ ഇത് മനസ്സിലാക്കി ഇത് സത്യമാണെന്ന് ഇപ്പോൾ മനസ്സിൽ പറയുന്ന ചിലരുണ്ട്. അവർക്ക് നീ ഉറപ്പ് കൊടുക്കണമേ. അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണമേ. അവരുടെ കാൽപാദത്തെ നീ ഉറപ്പിച്ചു നിർത്തണമേ. അങ്ങനെ ഞങ്ങളെയും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സത്യദീനിലേക്ക് നയിച്ച് സ്വർഗപൂങ്കാവനത്തിൽ സ്വർഗത്തിന്റെ ഉന്നത സ്ഥാനം പ്രാപിക്കുന്ന സ്വാത്വികന്മാരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടകർക്ക് നീ എല്ലാവിധ ബർക്കത്തും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഇതിനുവേണ്ടി വളരെ ദൂരയിൽ നിന്ന് അധ്വാനിച്ചെത്തിയവർക്ക് അവരുടെ അധ്വാനത്തിന് നീ പ്രതിഫലം നൽകണമേ തമ്പുരാനെ. നിങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തെന്നവർക്ക് നീ തൗഫീക്ക് ചെയ്യണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.